കാത്തു ഒന്നും മിണ്ടാനാകാതെ സ്തംഭിച്ചു നിന്നു. എല്ലാം അറിഞ്ഞിട്ടാണ് ഇവൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. എങ്ങനെയാണ് ഈശ്വര ഇവൻ ഇതൊക്കെ അറിഞ്ഞത്? താനും കണ്ണനും ഒരാവേശത്തിന്റെ പുറത്ത് പരിസരം മറന്ന് ആലിംഗനബദ്ധരായി നിന്നപ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലല്ലോ. അഥവാ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് തങ്ങളുടെ കൂട്ടുകാർ മാത്രമാണ്. അവർ ഇക്കാര്യം ആരോടും പറയില്ല എന്ന കാര്യം അവൾക്കുറപ്പുണ്ടായിരുന്നു. പിന്നെ ആരാണിതൊക്കെ? തൻ്റെ പിറകെ ഇവന്റെ ചാരന്മാർ ഉണ്ടായിരുന്നു. ആലോചിച്ചിട്ട് അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. ശ്യാം പറയുന്നതൊക്കെ സത്യമാണെന്നറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുത്ത് അവനോട് കുമ്പസരിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിനുള്ള ആരംഭമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളെന്നെ പറ്റി പറഞ്ഞ ഈ അനാവശ്യങ്ങളുണ്ടല്ലോ, അതെന്റെ അച്ഛന്റെ ചെവിയിലെത്തിയാൽ നിങ്ങളുടെ അവസാനമായിരിക്കും. ഞാനിപ്പോ തന്നെ അച്ഛനോട് പോയി പറയുന്നുണ്ട്. അതറിഞ്ഞാൽ നിങ്ങളെ ഈ ചെമ്പകത്തോപ്പിൽ നിന്ന് തന്നെ അച്ഛൻ അടിച്ചോട്ടിക്കും. ആർക്കാണ് അടി കിട്ടുന്നതെന്നും ആരാണ് ഇവിടെ നിന്ന് ഓടുന്നതെന്നും നമുക്ക് വഴിയെ കാണാം. ശ്യാം അവളുടെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടില്ല. ഇനി എന്നെപ്പറ്റി ഇതുപോലെ വല്ല അനാവശ്യവും പറഞ്ഞാൽ അച്ഛനല്ല ഞാനായിരിക്കും നിങ്ങളെ തല്ലുന്നത്, കാത്തു വീറോടെ പറഞ്ഞു. നീ തല്ലും, നീ അത്രയ്ക്ക് തന്നെയടിയ. പക്ഷെ അതിനു മുമ്പ് എന്തനാവശ്യമാണ് ഞാൻ പറഞ്ഞതെന്ന് അവൻ പറയട്ടെ, നിന്റെ ചാരൻ. ശ്യാം പുഷ്കരൻ മുന്നിൽ നടന്നു പോകുന്ന കണ്ണനെ ചൂണ്ടി പറഞ്ഞു. എന്നിട്ടവൻ കണ്ണനെ കൈകൊട്ടി വിളിച്ചു, ഡേയ് ഒന്നിങ്ങോട്ട് വന്നേ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വിളറിയ മുഖത്തോടെ നിൽക്കുന്ന കാത്തുവിനെയും തൊട്ടടുത്ത് നിൽക്കുന്ന അവളുടെ മുറച്ചെറുക്കനെയുമാണ് കണ്ണൻ കണ്ടത്. എന്തോ പന്തുകേടുണ്ടെന്ന് മനസ്സിലാക്കിയ കണ്ണൻ കാര്യമെന്താണെന്നറിയാനായി അവരുടെ അടുത്തേക്ക് നടന്നു. ഇവനാണ് നിന്റെ കാമുകൻ. ഇവനോടൊപ്പമാണ് ഇന്ന് നീ ചുണ്ടോട് ചുണ്ട് ചേർത്ത് നിന്നത്. ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതിയോടി. കണ്ണനെ ചൂണ്ടി കാത്തുവിനോടായി ശ്യാം പുഷ്കരൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ മാനസിക രോഗമാണ്. കാണാത്തതൊക്കെ കണ്ടെന്ന് തോന്നും. നിങ്ങൾക്കിപ്പോ ആവശ്യം ചികിത്സയാണ്. കാത്തുവും വിട്ടുകൊടുത്തില്ല. ആർക്കാണ് ചികിത്സ വേണ്ടത്? നിനക്ക്, നിന്റെ അമിതമായ കാമദാഹത്തിന്. ശ്യാം പുഷ്കരൻ അവളുടെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി. എടോ, സ്ത്രീകളോട് മാന്യമായി സംസാരിക്കും, കണ്ണൻ ശ്യാം പുഷ്കരനോട് പരുഷമായി പറഞ്ഞു. നീ ഒന്ന് അടങ്ങി നിൽക്കടാ കാമുക, ഞാനൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ. നിനക്ക് അവസരം തരാം. മാന്യത അത് പറയുന്നതാര്? നീയും ഇവളും കൂടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ സൽപ്രവർത്തികളല്ലേ? ചെയ്ത നിങ്ങൾ മാന്യർ, അത് പറയുന്ന ഞാൻ വൃത്തികെട്ടവൻ. ശ്യാം പുഷ്കരൻ നിന്ന് കിതച്ചു. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. ഞാൻ ആരുടെയും കാമുകനല്ല. ഞാനും ഇവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കണ്ണൻ ശ്യാമിനെ അനുനയിപ്പിക്കാനായി പറഞ്ഞു. ഈ സംസാരം തുടർന്നു പോയാൽ അത് കാത്തുവിനും തനിക്കും ദോഷകരമായേ ഭവിക്കൂ എന്ന കാര്യം അവന് ബോധ്യമുണ്ടായിരുന്നു. അയ്യോ, എന്തൊരഭിനയം! മോഹൻലാൽ തോറ്റുപോകും. രണ്ടുപേരും അറിയാൻ വേണ്ടി പറയുക. നിങ്ങൾ തമ്മിലുള്ള ഗുണാൻട്രിഫിക്കേഷൻ ഞാൻ അറിഞ്ഞത് ഇന്നോ ഇന്നലെയോ അല്ല. നിങ്ങളുടെ ഒത്തുചേരലുകളും ഒളിച്ചുകളികളുമൊക്കെ ഞാൻ വളരെ മുമ്പേ മനസ്സിലാക്കിയതാ. പക്ഷേ നിങ്ങൾ വിശുദ്ധ പശുക്കളാണല്ലോ, നാട്ടുകാരുടെ നല്ല പിള്ളകൾ. വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? നിങ്ങൾ ബുദ്ധിപരമായാണ് കാര്യങ്ങൾ നീക്കിയത്. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് അതിലൊരു പിഴവ് പറ്റി. ഞാൻ കാത്തിരുന്ന ആ തെളിവ് അതെനിക്കിന്ന് കിട്ടി. ഇനി ബോൾ എന്റെ കോർട്ടില്. ശ്യാം വിജയോന്മാദത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണനും കാത്തുവും ആശങ്കാകുലരായി നിന്നു. എന്താണ് ഇവന് കിട്ടിയിരിക്കുന്ന തെളിവ് എന്നതിനെപ്പറ്റി അവർക്കൊരു ഊഹവുമില്ലായിരുന്നു. തങ്ങൾ ഇത്രയും നാൾ രഹസ്യമായി കൊണ്ടു നടന്ന പ്രണയം വെളിവാക്കപ്പെട്ടിരിക്കുന്നു എന്നും കാര്യങ്ങളെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നും അവർക്ക് മനസ്സിലായി. കണ്ണന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പരിഹാസരൂപേണ ശ്യാം പുഷ്കരൻ പറഞ്ഞു, ഓലക്കുടിലിൽ കിടക്കുന്ന ദരിദ്രവാസി ചെറ്റെ, എന്റെ കുടുംബത്തിലെ പെണ്ണിനെ പ്രേമിക്കാൻ എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? നീയും ഇവളും തമ്മിലുള്ള ഈ അവിശുദ്ധ ബന്ധം അറിഞ്ഞ അന്ന് ഞാൻ ഒപ്പിട്ടതാണടാ നിന്റെ മരണ വാറണ്ട്. പക്ഷേ ജസ്റ്റ് മിസ്, നീ രക്ഷപ്പെട്ടു. ശ്യാം ഒരു സൈക്കോയെ പോലെ ചിരിച്ചു. അത് കേട്ട് കണ്ണനും കാത്തുവും ഒരുപോലെ ഞെട്ടിപ്പോയി. കണ്ണന് നേരെ നടന്ന വധശ്രമത്തിന് പിന്നിൽ ഇവനായിരുന്നോ? നിയന്ത്രണം വിട്ട കണ്ണൻ മുന്നോട്ടാഞ്ഞ് ശ്യാം പുഷ്കരന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് മുറുക്കിയിട്ട് അലറി, പറയടാ, നീയാണോ എന്നെ കുത്തിയത്? ശ്യാം കണ്ണനെ ശക്തമായി പുറകിലേക്ക് തള്ളി. കണ്ണൻ പുറകിലേക്ക് വേച്ചു പോയി. കരുത്തിന്റെ കാര്യത്തിൽ ഇവൻ തന്നേക്കാൾ മുന്നിലാണെന്ന് കണ്ണന് ബോധ്യമായി. അതേടാ, ഞാൻ തന്നെയാടാ. നീ ചത്തുപോകാത്തതില് ഇപ്പോഴും ഖേദിക്കുന്ന ഈ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ സ്വത്ത് മോഹിച്ച് മയക്കിയെടുത്ത് അവളുടെ മനസ്സിൽ കയറിയിരുന്ന നിന്നെ അവിടെ നിന്ന് പറിച്ചെറിയാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമായിരുന്നു? നിന്റെ ജീവൻ എടുക്കാൻ ആളെ വിട്ടത് ഞാൻ തന്നെ. ഒരിക്കൽ നീ രക്ഷപ്പെട്ടു. അതിൽ നീ ആശ്വസിക്കേണ്ട. നിനക്ക് നീട്ടിക്കിട്ടിയ ജീവൻ ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് തിരികെ എടുക്കാനാകും.
ശ്യാം പുഷ്കരൻ ഭയപ്പെടുത്തുന്ന മുഖഭാവത്തോടെ കണ്ണന്റെ അടുത്തേക്ക് നടന്നു. കണ്ണൻ ഭയന്നില്ല. തന്റെ പള്ള തുറന്നവന്റെ നെഞ്ചു തകർക്കാനൊരുങ്ങി എന്തിനും സജ്ജനായി അവൻ നിന്നു. ആ സമയത്താണ് 4-5 ബൈക്കുകളും 2 ജീപ്പും അവിടേക്ക് ഇരമ്പിയാർത്ത് വന്നു നിന്നത്. പൊറുഞ്ചുവിനെ തിരക്കിപ്പോയ ശശിമേശ്വരിയും സംഘാംഗങ്ങളുമായിരുന്നു അത്. വഴിയിൽ ബീഭത്സഭാവത്തോടെ നിൽക്കുന്ന ശ്യാം പുഷ്കരനെയും ഭയപ്പെട്ടു നിൽക്കുന്ന കാത്തുവിനെയും കണ്ടിട്ടാണ് അവർ വണ്ടി നിർത്തിയത്. ദാ നിക്കണടാ ആ ഡാഷ്മോൻ! ശ്യാം പുഷ്കരനെ ചൂണ്ടി തെറിയുടെ അകമ്പടിയോടെ ശശിമേശ്വരി അലറി. ചീത്ത വിളിക്കാൻ കിട്ടുന്ന ഒരവസരവും ശശിമേശ്വരി പാഴാക്കാറില്ലല്ലോ. ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങിക്കൊണ്ട് ശശിമേശ്വരി സംഘാംഗങ്ങളോടായി പറഞ്ഞു, ഇറങ്ങി വരണടാ, ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ പണി. എന്തിനും തയ്യാറായ മട്ടിൽ ഒരു കൂട്ടം ആളുകൾ തന്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ട ശ്യാം പുഷ്കരൻ സിംഹക്കൂട്ടങ്ങളാൽ വളയപ്പെട്ട കാട്ടുപോത്തിനെ പോലെ വിരണ്ടു നിന്നു. വന്നവർ ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ അവന് മനസ്സിലായില്ല. ശ്യാം പുഷ്കരന്റെ അടുത്തെത്തിയ ശശിമേശ്വരി അപ്രതീക്ഷിതമായി അവന്റെ വയറ്റിലേക്ക് മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്തു. അമ്മേ! നിലവിളിച്ചുകൊണ്ട് ശ്യാം പുഷ്കരൻ താഴേക്ക് കുനിഞ്ഞുപോയി. തന്റെ ആമാശയം തകർന്നു പോയതായി ശ്യാം പുഷ്കരന് തോന്നി. ഇടികൊണ്ട് കുനിഞ്ഞുപോയ അവന്റെ മുതുകത്തേക്ക് ഷാജഹാൻ തന്റെ കൈമുട്ടുകൊണ്ട് ആഞ്ഞു കുത്തി. ഒരു നിലവിളിയോടെ ശ്യാം പുഷ്കരൻ മുകളിലേക്ക് നിവർന്നു. അടുത്തത് അശോകന്റെയും ആനന്ദന്റെയും ഊഴമായിരുന്നു. തങ്ങളുടെ അനന്തരവന് നേരെയുള്ള വധശ്രമത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ അവർ മുച്ചൂടും തകർത്തു കളഞ്ഞു. നിലവിളിക്കാനല്ലാതെ കൈകൊണ്ടൊന്ന് പ്രതിരോധിക്കാൻ പോലും ശ്യാം പുഷ്കരന് കഴിഞ്ഞില്ല. അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന ഇടിയുടെ എണ്ണം കൂടുകയേ ഉള്ളൂ എന്ന കാര്യം ശ്യാമിന് അറിയാമായിരുന്നു. കൊലവെറിയോടെ നിൽക്കുന്ന 10-15 പേരെ എതിരിടാൻ നിന്നാൽ അത് തന്റെ മരണത്തിലേ കലാശിക്കൂ എന്ന കാര്യത്തിൽ അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആന ചവിട്ടിക്കൂട്ടിയതുപോലെ പൊടിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ശ്യാമിനെ നോക്കി അശോകനോടും ആനന്ദനോടുമായി ശശിമേശ്വരി പറഞ്ഞു, മതിയാക്കിനടാ, അല്ലെങ്കിൽ ഇവൻ ചത്തുപോകും. നമുക്കിവനെ നാളെയും ഇടിക്കാനുള്ളതാ. അത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ ആനന്ദനും അശോകനും പിൻവാങ്ങി. തല്ല് നിന്നു എന്ന് ഉറപ്പായപ്പോൾ ശ്യാം പുഷ്കരൻ ചോദിച്ചു, നീയൊക്കെ ഏതാടാ? എന്തിനാടാ എന്നെ ഇങ്ങനെയിട്ട് തല്ലിയത്? കണ്ണനും കാത്തുവും നോക്കി നിൽക്കെ തനിക്കിത് സംഭവിച്ചതിലുള്ള അപമാന ഭാരത്താലാകണം അവന്റെ ശബ്ദം നേർത്തു പോയിരുന്നു. എന്തിനാണെന്നോ നിനക്കറിയില്ലേ? എന്റെ കുഞ്ഞിനെ കുത്തിമലർത്തിയ നിന്നെ തല്ലാതെ പിന്നെ ഉമ്മ വയ്ക്കണോ? ശ്യാമിന് ഒരു ചവിട്ടുകൂടെ കൊടുത്തുകൊണ്ട് അശോകൻ അലറി. അതുകേട്ട് കണ്ണനും കാത്തുവും ഇവരിതെങ്ങനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ ആ സംഘത്തെ നോക്കി. വന്നിരിക്കുന്നത് കണ്ണന്റെ ആൾക്കാരാണെന്നറിഞ്ഞ ശ്യാമും ഞെട്ടിപ്പോയി. ദരിദ്രനായ കണ്ണന് ഇവിടെ ഇങ്ങനെയൊരു സംഘബലമുള്ളതായി ശ്യാം പുഷ്കരന് അറിയില്ലായിരുന്നു. കണ്ണനെ തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കാൻ വരില്ല എന്നായിരുന്നു ശ്യാം പുഷ്കരൻ വിചാരിച്ചിരുന്നത്. വന്നാൽ തന്നെ കുറച്ചു പണം കൊടുത്ത് അവരെ ഒതുക്കാമെന്നും കരുതി. ചെകുത്താൻ പോലും ഭയക്കുന്ന ഇങ്ങനെയൊരു സംഘം ആളുകൾ ഇവിടെ ഉണ്ടെന്ന കാര്യം ചെമ്പകത്തോപ്പിനെ കുറിച്ച് വലിയ തിട്ടമില്ലാത്ത ആലന്തറക്കാരനായ ശ്യാം പുഷ്കരന് അറിവുണ്ടായിരുന്നില്ല. അതെ, ഞാൻ കുത്തിക്കൊല്ലാൻ നോക്കി. അതെന്തിനാണെന്നറിയോ? ശ്യാം പതിയെ എഴുന്നേറ്റുകൊണ്ട് തുടർന്നു. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വഴിപിഴപ്പിച്ചതിന്. മര്യാദയ്ക്ക് നടക്കുന്ന കുട്ടികളെക്കുറിച്ച് അനാവശ്യം പറയുന്നോടാ. സിദ്ധു ശ്യാമിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. സിദ്ധുവിന്റെ കൈ വിടുവിക്കാൻ ദുർബലമായി ശ്രമിച്ചുകൊണ്ട് ശ്യാം പുഷ്കരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ പറയാനുള്ളത് പറയും. ശശിമേശ്വരി സിദ്ധുവിനെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഇവൻ പറയട്ടെ, പ്രതിക്കും അവന്റെ ഭാഗം പറയാനുള്ള അവകാശമുണ്ട്. സിദ്ധു പിടിവിട്ടതും ശ്യാം പുഷ്കരൻ പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ കുടുംബക്കാർ എനിക്ക് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്ന പെണ്ണാണ് കാത്തു. പക്ഷെ ഇവളെ ഈ കണ്ണൻ പറഞ്ഞു മയക്കി. ഇപ്പോൾ അവർ പ്രണയത്തിലാണത്രേ. ശശിമേശ്വരിയും സംഘവും അവിശ്വസനീയതയോടെ കണ്ണനെയും കാത്തുവിനെയും നോക്കി. എന്തു പറയണമെന്നറിയാതെ കണ്ണനും കാത്തുവും നിശ്ചേഷ്ടരായി നിന്നു. ശ്യാം പുഷ്കരൻ തുടർന്നു, ഞാൻ പറയുന്നത് അനാവശ്യമാണത്രേ. സത്യത്തിൽ ഇവരാണത് കാണിക്കുന്നത്. ഇന്ന് ചുണ്ടോട് ചുണ്ട് ചേർത്ത് നിൽക്കുന്ന രീതിയിൽ ഇവരെ എന്റെ ഒരു സുഹൃത്ത് കണ്ടു. ഇതവൻ വെറുതെ പറഞ്ഞതല്ല, അവന്റെ കയ്യിൽ അതിനുള്ള തെളിവുമുണ്ട്. നിങ്ങൾക്കറിയോ, ഇവനെയും ഇവളെയും സംശയകരമായ രീതിയിൽ പലയിടത്തും വെച്ച് കണ്ടവരുണ്ട്. ഇവളെ കാണാൻ പോയി വരുന്ന വഴിക്കാ കണ്ണന് കുത്തേറ്റത്. അല്ലെങ്കിൽ ഇവനോട് ചോദിച്ചു നോക്ക്. എന്റെ പെണ്ണിനെ പ്രേമം നടിച്ച് ഇവൻ ഉപയോഗിക്കുകയാണ്. എനിക്ക് നീതി കിട്ടണം. എന്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചു വേണം. ശ്യാം പുഷ്കരൻ നിന്ന് കിതച്ചു. ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോടാ? ആനന്ദൻ കണ്ണനോട് ചോദിച്ചു. സത്യമല്ല എന്നേ ഇവൻ പറയൂ. തെളിവുകളും സാക്ഷികളെയും ഞാൻ തരാം. ശ്യാം പുഷ്കരൻ എല്ലാവരോടുമായി പറഞ്ഞു. ശരി, നീ തെളിവുകളും സാക്ഷികളുമായിട്ട് വാ. അപ്പോ ബാക്കി കാര്യം ചിന്തിക്കാം. ഇപ്പോ നീ പൊയ്ക്കോ. എന്തോ ആലോചിച്ചുകൊണ്ട് ശശിമേശ്വരി പറഞ്ഞു. ശ്യാം പുഷ്കരൻ വേച്ച് തന്റെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ശശിമേശ്വരി കണ്ണനെ നീരസത്തോടെ നോക്കുകയായിരുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ശാരദ മാധവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നത്. പിന്നാലെ ഒരു വാല് പോലെ പുഷ്കരനുമുണ്ടായിരുന്നു. മാധവനെവിടെ?
വാതിൽ തുറന്ന അംബികയോട് ശാരദ ചോദിച്ചു. എന്താ ചേച്ചി കാര്യം? അംബിക കാര്യം തിരക്കി. അത് ഞാൻ മാധവനോട് പറഞ്ഞോളാം. അത് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി അവർ വിളിച്ചു, മാധവ, മാധവ.